ഇന്ന് ഞാനൊരു മട്ടൻ പുലാവാണ് ചെയ്യണേ. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു റൈസാണിത്. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3/4 കിലോ മട്ടനാണ്. അത് എല്ലോട് കൂടിയുള്ള കഷ്ണമാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അത് കുറച്ച് വലിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി നമുക്ക് മതി. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. ഞാനിവിടെ 4 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറുതാണെങ്കിൽ ഒരു 8 9 വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 6 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ വേവിച്ചെടുക്കുക. നിങ്ങളുടെ അടുത്ത് അധികം ടൈമില്ല എന്ന് വെച്ചാലും ഒരു കുക്കറിലിട്ടിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ബാക്കി ഒരു 4 കപ്പ് വെള്ളം പിന്നെ ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കണേ. പിന്നെ അത് ചെറിയ ഇളയ മട്ടനുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്ത് വേവിക്കുമ്പോഴാണ് ഈ ഒരു മട്ടന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ മട്ടൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. ടൈമില്ലാന്ന് വെച്ചാൽ മാത്രം കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതപ്പോൾ ഈ മട്ടന് നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറച്ചിയും അതിൻ്റെ മട്ടൻ സ്റ്റോക്കും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇറച്ചി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സ്റ്റോക്കൊന്ന് അളന്ന് വെക്കണം. ഞാനിപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിച്ചതുകൊണ്ട് ഇതിൽ ഏകദേശം ഒരു 5.5 കപ്പ് സ്റ്റോക്ക് ഉണ്ടാവും. ഞാനിവിടെ ഒരു 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് റൈസിനുള്ള പുലാവാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 കപ്പ് സ്റ്റോക്ക് വേണ്ടി വരും. അപ്പോൾ 5.5 കപ്പ് സ്റ്റോക്ക് ഇതുണ്ട്. ബാക്കി ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 6 ഏലക്കായ ചേർക്കുന്നുണ്ട്, ഒരു 6 ഗ്രാമ്പു, പിന്നെ ഒരു 2 കഷ്ണം പട്ട, പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 2 ബേ ലീഫ്. ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ചേർക്കാം. പിന്നെ കൂടെ തന്നെ 2 പച്ചമുളക് മുറിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത മട്ടൻ ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലക്കൂട്ടിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ നമുക്ക് കുറച്ച് തക്കാളി, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 കപ്പോളം മല്ലിയിലയും പിന്നെ ഒരു 1/4 കപ്പോളം പുതിനയിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ നാരങ്ങയുടെ ജ്യൂസാണ് ചേർക്കണേ. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ലെമൺ ജ്യൂസിന് പകരമായിട്ട് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. തൈരാണെങ്കിൽ ഒരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പുളിയില്ല തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് മതി. അധികം പുളിയില്ലാത്തതാണെങ്കിൽ ഒരു 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലക്കൂട്ടിലിട്ട് നമ്മുടെ മട്ടനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടില്ല ആ ഒരു 6 കപ്പ് മട്ടൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ബസ്മതി അരിയിലാണ് ചെയ്യണേ. ഒരു 3 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തതാണ്. വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു തിളക്കണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതപ്പോൾ നമ്മുടെ മട്ടൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. നമ്മുടെ ആ ഒരു മട്ടൻ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിനും. പക്ഷേ അത്രയ്ക്ക് ഇങ്ങോട്ട് പണിയില്ല എന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക കേട്ടോ. കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.